അനവർ വന്നാലും ജബ്ബാർ വന്നാൽ നമ്മൾ പൊലിച്ചക്ക് 4:30 പോകണം നയിക്കണമെങ്കിൽ ഒരാളും തരില്ല. മനസ്സിലായില്ലേ? ഒരു രാഷ്ട്രീയക്കാരും തരില്ല. നമ്മൾ പൊലിച്ചക്ക് 4:30 തന്നെ പോയി നല്ല ബോട്ടിൽ നിന്ന് മീൻ വരണം. ഞങ്ങളെ അഭിപ്രായം അനവർ വരും. നല്ല മത്സരം ഉണ്ടാവും. ഒരിക്കലും വരില്ല. ഇവിടെ വന്നാൽ ജയിക്കില്ല. ടൂറിസം മേഖല എന്ന് പറഞ്ഞ് റിയാസ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പൈസ കടിച്ചു പോകാന്നല്ലാതെ ഇവിടെ അതിനെ പറ്റിയുള്ള യാതൊരു ഒന്നും കാണുന്നില്ല. അൻവർ വരണ്ടെന്ന് നമ്മളെ അഭിപ്രായം. എന്തോനെ കൊണ്ട് കോണറിൽ PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ അസോസിയേറ്റ് അംഗമായി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനു പിന്നാലെ കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡും ഉയർന്നിട്ടുണ്ട്. PV അൻവർ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഇതിനെക്കുറിച്ച് ബേപ്പൂരുകാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വരാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുജനാഭിപ്രായം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ നോക്കുമ്പോൾ അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും ഈ ഡിവിഷനിൽ വലിയൊരു ഇളക്കം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പൊതുജനങ്ങളുടെ അഭിപ്രായവും അതേപോലെ തന്നെ പാർട്ടി ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നത്. അനവർ വന്നാലും ജബ്ബാർ വന്നാൽ നമ്മൾ പൊലിച്ചക്ക് 4:30 പോകണം നയിക്കണമെങ്കിൽ ഒരാളും തരില്ല. മനസ്സിലായില്ലേ? ഒരു രാഷ്ട്രീയക്കാരും തരില്ല. നമ്മൾ പൊലിച്ചക്ക് 4:30 തന്നെ പോയി നല്ല ബോട്ടിൽ നിന്ന് മീൻ വരണം. അനവർ പല ഭാഗത്തു കൂടി കാലുമാറി പോണ ആളല്ലേ. മാർക്സിസ്റ്റ് ലീഗിൽ പോയി ലീഗിൽ നിന്ന് BJPക്ക് പോയി മാറി മാറി കളിക്കൂ. ഉറപ്പില്ലാത്ത രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയക്കാർ ഉറപ്പില്ല. ഇപ്പം രാഷ്ട്രീയ ഉറപ്പം മാർക്സിസ്റ്റ് തന്നെ BJP പോകുന്നുണ്ട്. BJP ലീഗിലേക്ക് കൊണ്ട് പലരും ആരപ്പം ഉറപ്പുള്ളത്. ഇപ്പം ആരും വിശ്വാസം ഇപ്പം സ്വന്തം പെണ്ണുങ്ങൾ തന്നെ വിശ്വാസമില്ല. അപ്പുറത്ത് കൂടെ ഇറങ്ങിപ്പോണ കാലം. ഇനി അൻവർ വരണം. ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വരവ് നല്ലൊരു ഗുണം ചെയ്യുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വരുന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം. വരണമെന്നാണ്. എന്താണ് അത് നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ആണെങ്കിൽ രാഷ്ട്രീയ ഫൈറ്റ് നടക്കും. ബേപ്പൂരൊപ്പം മുഹമ്മദ് റിയാസിനായിട്ടുള്ള ഒരു ഫൈറ്റ്, നല്ലൊരു ഫൈറ്റ്. CPFന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമല്ലേ ബേപ്പൂര്? അതെ, അതിനൊരു മറികടക്കണ്ടേ. എപ്പോഴും മറ്റേ ബേപ്പൂർ മണ്ഡലം പോയില്ലേ, മറ്റേ കോർപ്പറേഷൻ പോയില്ലേ, അതേപോലെ എല്ലാ സ്ഥലത്തും ഒരു ഫൈറ്റ് നടക്കട്ടെ. അൻവർ വരണ്ടെന്ന് നമ്മളെ അഭിപ്രായം. എന്തോനെ കൊണ്ട് കോണറിൽ അൻവർ ഇതുവരെ ആരെ പാർട്ടിയിൽ നിന്നത്. സിറ്റിംഗ് MLA ആണ്, ഇവിടുത്തെ മന്ത്രി കൂടാണ്. എന്താ നല്ലത്, ഇലക്ഷൻ വന്നിട്ട് നോക്കാം നമുക്ക്. നിങ്ങളൊരു അഭിപ്രായത്തിൽ എന്താ PV അൻവർ വരണോ? വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വന്നിട്ട് ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളെ അഭിപ്രായം അനവർ വരും. നല്ല മത്സരം ഉണ്ടാവും. വരും. നമുക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് താല്പര്യം. നമുക്ക് ഇവിടെ ഒന്നും നടക്കലില്ല കാര്യങ്ങളൊന്നും. ഒരു ബേപ്പൂർ അങ്ങാടിയാണ്. എന്തെങ്കിലും ചെയ്തോളൂ, ഒന്നും ചെയ്തില്ല. അവിടെ കുറേ കല്ലും മണ്ണും കൊണ്ടിട്ടുണ്ടായോ. അതുകൊണ്ട് ജനങ്ങൾക്കൊന്നും ആവില്ലല്ലോ. കണ്ടില്ല, ബേപ്പൂർ അങ്ങാടിയത്. ഞങ്ങളുടെ അഭിപ്രായത്തിലൊരു ഫൈറ്റിങ് വരണം എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ബേപ്പൂരിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഉറങ്ങിക്കിടക്കുക. പഴയ പ്രതാപമൊക്കെ കൊണ്ട് തിരിച്ചു പിടിക്കണമെങ്കിലും അതേമാതിരി ടൂറിസം മേഖല എന്ന് പറഞ്ഞ് റിയാസ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പൈസ കടിച്ചു പോകാന്നല്ലാതെ ഇവിടെ അതിനെ പറ്റിയുള്ള യാതൊരു ഒന്നും കാണുന്നില്ല. ഉറങ്ങിക്കിടക്കുക. ബേപ്പൂർ റോഡിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലമായി. ഒരു ക്രെയിൻ പോലും വന്നിട്ടില്ല. ആർക്കും ഉപകാരമില്ലാത്ത 2.5 കോടി ഒക്കെ മുടക്കിയിട്ട് വെറുതെ മൂലൊക്കെ കൊണ്ടുപോയിക്കല്ല. ഇവിടുത്തെ വർക്കിന് ആവശ്യപ്പെട്ട സാധനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. മന്ത്രിയായിട്ടും മന്ത്രിമാർ മാറി മാറി വരും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്. ആര് ഒരിക്കലും വരില്ല. ഇവിടെ വന്നാൽ ജയിക്കില്ല. കാരണം ഓന് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ഇടതുപക്ഷം ഓനക്ക് ചെയ്ത ഗുണങ്ങളൊക്കെ പെട്ടെന്നാണ് മറന്നത്. കാറാട്ട് മറ്റേ പറഞ്ഞിരിക്കണ്, നീ ചെയ്യണത് ശരിയല്ല, നിനക്ക് അഭയം തന്നത് ആരാണ്, അവരെ നീ ഒഴിവാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ കൊയ്ക്കൊണ്ടില്ല. ഓനെ UDF ഓനെ തലതിരിച്ചാണ്, അത് നമുക്കറിയാം. കേട്ടില്ലേ? PV അൻവറിന്റെ മത്സരവുമായി ബന്ധപ്പെട്ട ബേപ്പൂരുകാരുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കും. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.